Today we are discussing a new chapter, Culture and Polity through Court Chronicles. അപ്പോൾ +2 ഹിസ്റ്ററിയിലെ 9ാമത്തെ ചാപ്റ്ററാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സംസ്കാരവും രാഷ്ട്രീയ ഭരണവ്യവസ്ഥയും കൊട്ടാരം വൃത്താന്തങ്ങളിലൂടെ. കമ്പാരിറ്റീവ്ലി ഇതൊരു ചെറിയ ചാപ്റ്ററാണ്, പഠിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഒന്നുമല്ല. മുഗൾ രാജഭരണത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത്. ദിനവൃത്താന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ മുഗൾ ഭരണം രചിക്കപ്പെട്ടു എന്നതാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണേ. മുഗൾ കാലഘട്ടത്തിലെ ഇന്ത്യ ചരിത്രം രചിക്കുന്നതിനുള്ള ഒരു പ്രധാന സ്രോതസ്സാണ് ദിനവൃത്താന്തങ്ങൾ. അപ്പോൾ എന്താണ് ദിനവൃത്താന്തങ്ങൾ? രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം കൊട്ടാരം ചരിത്രകാരന്മാർ രാജാവിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥങ്ങളും കുറിപ്പുകളുമാണ് ദിനവൃത്താന്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദൈനംദിന കാര്യങ്ങൾ രേഖപ്പെടുത്താൻ ഭരണാധികാരികൾ നിയോഗിച്ച കൊട്ടാര ചരിത്രകാരന്മാരാണ് ദിനവൃത്താന്തങ്ങൾ തയ്യാറാക്കിയത്. ദിനവൃത്താന്തങ്ങൾ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചും സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതിയെക്കുറിച്ചും വിലപ്പെട്ട പല വിവരങ്ങളും നമുക്ക് നൽകുന്നു. പ്രധാന ഭരണാധികാരികൾ ആരെല്ലാമാണ്, സാമ്രാജ്യത്തിൻ്റെ വ്യാപനം, മുഗൾ രാജസദസ്സിൻ്റെ പ്രൗഢി, അന്തഃപുരത്തിലെ ജീവിതം, മുഗൾ സാമ്രാജ്യത്തിന് അയൽരാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള നല്ലൊരു ചിത്രം അവ നമുക്ക് നൽകുന്നുണ്ട്. അക്ബർ നാമ, ബാദ്ഷാ നാമ, ആലംഗീർ നാമ, ഹുമയൂൺ നാമ തുടങ്ങിയവയാണ് മുഗൾ കാലഘട്ടത്തിലെ പ്രധാന ദിനവൃത്താന്തങ്ങൾ. ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്രോണിക്കിൾസ് ഇൻ മുഗൾ പീരീഡ്. ഏതൊക്കെയാണ്? അക്ബർ നാമ, ബാദ്ഷാ നാമ, ആലംഗീർ നാമ, ഹുമയൂൺ നാമ. കൂടാതെ ബാബറുടെ ആത്മകഥ ഓട്ടോബയോഗ്രഫിയായ തുസിക്കി ബാബരിയും മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ നൽകുന്ന ഒരു കൃതിയാണ്. അബുൾ ഫസലാണ് അക്ബർ നാമയുടെ രചയിതാവ്. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആരാണ് അബുൾ ഫസൽ? അക്ബറിൻ്റെ കോർട്ടിലെ ചരിത്രകാരനും പണ്ഡിതനും കവിയുമായിരുന്നു അബുൾ ഫസൽ. ആഗ്രയിലാണ് അബുൾ ഫസൽ ജനിച്ചത്. അബുൾ ഫസൽ ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. ഗ്രീക്ക് തത്വചിന്തയിലും സൂഫിസത്തിലും അദ്ദേഹത്തിന് അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ ആകൃഷ്ടനായ അക്ബർ അദ്ദേഹത്തെ തൻ്റെ ഉപദേഷ്ടാവും നയവക്താവുമായിട്ട് നിയമിച്ചു. അക്ബറിൻ്റെ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അബുൾ ഫസൽ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 13 വർഷമെടുത്താണ് അബുൾ ഫസൽ അക്ബർ നാമ പൂർത്തിയാക്കിയത്. അക്ബറിൻ്റെ കീഴിലുള്ള മുഗൾ ഭരണത്തിൻ്റെ വിശദാംശങ്ങൾ അക്ബർ നാമ നമുക്ക് നൽകുന്നു. ആ കാലഘട്ടത്തിലെ ഭൂമിശാസ്ത്രപരവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ സവിശേഷതകൾ അത് ചിത്രീകരിക്കുന്നുണ്ട്. ഏത്? അക്ബർ നാമ. മുഗൾ സാമ്രാജ്യത്തിന് ഒരു സംയോജിത സംസ്കാരം ഉണ്ടായിരുന്നതായി അബുൾ ഫസൽ പറയുന്നു. ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, മുസ്ലിങ്ങൾ, ജൈനമതക്കാർ തുടങ്ങിയ വിവിധ